കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു വിവരം ആരായ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമാണ് വന്നത്. ഇനി കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തുമാത്രമല്ല എന്തോ പിന്നെ കാര്യങ്ങളിലെ കൈമാറുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ആരാണ് അതിനകത്ത് 2 പ്രാവശ്യം വരുന്നതിന് വേണ്ടിയുള്ള പാസ് വാങ്ങിക്കൊടുത്തത്? സെക്യൂരിറ്റിയിൽ നിന്ന് ആരാണ് ഈ പാസ് വാങ്ങിക്കൊടുത്തത്? അവർക്ക് എന്ത് സ്വാധീനമാണ് ഉള്ളത്? ഇതെല്ലാം ഒരു പ്രശ്നമാണ്. ഇതിൽ ഒരു പ്രതി ഒരു പ്രതി എന്ന് പറഞ്ഞാൽ ബെല്ലാരിയിലുള്ള കക്ഷിയാണ്. ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി ബെല്ലാരിയിലെ MP ആയിരുന്നല്ലോ നേരത്തെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബന്ധവും ഉണ്ട്. അപ്പോൾ വിവരം ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ഒരു തെറ്റുമില്ല. വിവരം ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇന്ത്യയിലെ ഏത് പൗരനെയും ഇത്തരം കാര്യങ്ങളിൽ സംബന്ധിച്ചിടത്തോളം ഒരു സാഹചര്യ തെളിവുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി പിന്നെ അധികാരമുള്ള അന്വേഷണ കമ്മീഷൻ വിളിക്കുന്ന ഒരു തെറ്റുമില്ല. എന്നില്ല, അതിനപ്പുറമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തി രേഖപ്പെടുത്തി. അപ്പോൾ അതിൽ തൃപ്തിയല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. എനിക്ക് തോന്നുന്നത് UDFൻ്റെ കൺവീനറെ ചോദ്യം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അഡ്വാൻസായിട്ട് പിന്നെ ഹൈക്കോടതിയെ തന്നെ വിമർശിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടുള്ളത്. ഈ പ്രതിപക്ഷ പറയുന്നത് തനിക്ക് വേണ്ടി ഏറ്റവും PR ചെയ്യുന്നത് ഒന്ന് AK സെന്ററിൽ നിന്നും ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ്. ഈ സമൂഹ മാധ്യമത്തിൽ നിലനിൽക്കാൻ സഹായിക്കുന്നത് ഇടതുപക്ഷവും അങ്ങയുടെ ഓഫീസ് എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളുടെ ജോലി അത് തന്നെ. UDFൻ്റെ രാഷ്ട്രീയവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളും നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക, അതിനുവേണ്ടി PR ജോലി ചെയ്യുക, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ജനാധിപത്യപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. അതിന് അസൂയ പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. പബ്ലിസിറ്റി അദ്ദേഹത്തിന് കിട്ടുമെന്ന് പറയുന്നത് ആ പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്.